ഒന്നാമത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയൊക്കെയാണ്. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അതിന് നിനക്കറിയാം അതെവിടെയാണെന്ന് അതറിയാം. മാതാവ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് തിരിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ആ കാര്യം മാതാവ് തരുവാണ് തരട്ടെ, അല്ലെങ്കിൽ വേണ്ട, മാതാവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയായിരുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ പള്ളിയുടെ അവിടെ TTCയുടെ ഹാള് ഒരു സ്കൂളുണ്ട്. അപ്പോൾ അതിൻ്റെ വണ്ടികൾ മുഴുവൻ പോകുന്ന വഴിയാണ്. അവിടെ ഒരു കല്ലിൻ്റെ ഇടയിൽ ഈ മാല കടന്ന് ഈ മോൾ അവിടെ ഒരു കൂട്ടുകാരിയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നപ്പോൾ അവൾ നോക്കുമ്പോൾ നിലത്ത് നമ്മുടെ മാല, അമ്മേ നമ്മുടെ മാല എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിൻ്റെ ഇടയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരികയാണ്. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് വണ്ടിയെല്ലാം കയറി ഇറങ്ങി ആ മാല ആഴപ്പാട് ചളിഞ്ഞി പറഞ്ഞിരുന്നാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അത്രയേറെ മാതാവിനോട് വിളിച്ചാൽ മാതാവ് എന്തെല്ലാം നമുക്ക് ചെയ്തു തരും, അതെല്ലാം നമ്മുടെ ഒപ്പം വന്ന് നമുക്ക് ചെയ്തു തരും.